കിളിയേ കിളിയേ മണി മണി മേഘത്തോപ്പിൽ ഒരു മലമുള്ളാൻ പോകും അഴകി കിളിയേ കിളിയേ മണി മണി മേ. ഹലോ ഗായ്സ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് അയ്യോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പോലെ ഫ്രീ ഫയർ അങ്ങനെ കളിക്കണമെന്നാണ് ഞാൻ എന്താണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഫ്രീ ഫയർ അങ്ങനെ കളിക്കണമെന്നാണ് ഞാൻ ആദ്യം ഫ്രീ ഫയർ വന്നപ്പോഴും എനിക്കിങ്ങനെ ഒരു ഐഡിയ കിട്ടണമെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ നല്ലൊരു ഐഡിയ തോന്നിയൊന്നുമില്ല. അവൻ പറഞ്ഞല്ലേ ഇറക്കണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ വട്ടാമെന്ന് എനിക്ക് വിചാരിക്കരുത്, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അവൻ പറഞ്ഞോണ്ട് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കിയാണ്. വട്ടമെന്ന് അറിയുന്നില്ല, എനിക്കറിയാൻ ഇല്ല, നിങ്ങളെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. കാരണം ഫ്രീ ഫയർ അറിയാത്തൊരു ഒറ്റ മനുഷ്യരുണ്ടായിട്ടില്ല ഇന്ത്യയിൽ, എല്ലാം ബംഗാളി. ഇത് 83 പ്രാവശ്യം കൊണ്ടായിരുന്നു അത് ചില്ലി കൊണ്ട് കളിപ്പിക്കുന്നു. 85 പ്രാവശ്യം ഞാൻ ഇത് കാണാം. ഇതുകൊണ്ട് ഈ സാധനം കിട്ടണില്ല. വെപ്പൺ പോലെ ഉണ്ടായിരുന്നില്ല, അത് 71 പ്രാവശ്യം ഞാൻ ഇത് കാണാം. എന്നിട്ട് കിട്ടല്ലേ ലക്കില്ലാത്ത ആവശ്യം. നിങ്ങൾ കണ്ടോ, ഞാൻ 85 പ്രാവശ്യം ഇത് കാണാം. കിട്ടണോന്നോണ്ട് കിട്ടത്തില്ല. എങ്ങനെ കിട്ടാനാണ്? നമ്മളൊന്ന് ഗരീനൊക്കെ ഒന്ന് വൈരാഗ്യമുള്ള പോലെ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ ലോബിയിൽ നിന്ന് കാണാം. അത് കഴിഞ്ഞ് കളിക്കുന്ന കാര്യത്തെ പറ്റി പറയാം. ലോബിയിൽ നിങ്ങൾക്ക് കാണാം, ഇത് നിങ്ങളുടെ റാങ്കാണ്. റാങ്ക് നിങ്ങൾ കൂട്ടണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ട, നിങ്ങളിപ്പോൾ തുടങ്ങിയേക്കണേ ഉള്ളൂ. നിങ്ങൾക്കിത് ലോൺ കൊടുക്കും. ഇത് ക്രാഷ് കോഡ്, ഇത് പിന്നെ ക്രാഫ്റ്റ് ലാൻഡ് കോൺവോയ് ക്രഞ്ച് അൺലോക്ക് ആവും. ഇത് അൺലോക്ക് ആവും. നിങ്ങൾ ഇതൊക്കെ അൺലോക്ക് ആവത്തുള്ളൂ. പിന്നെ നിങ്ങൾ പേരെടുക്കാം, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ലെവൽ 8 ആവുമ്പോൾ അത് അൺലോക്ക് ആവും. നിങ്ങളുടെ ഇത് കണ്ടോ, എനിക്ക് അലോക്കില്ല കൈസ്. എത്ര ലെവലുണ്ട്? ഹജോട്ടോ ഇല്ല എൻ്റെ അലോക്കില്ല. അത് കൂട്ടതെ നിങ്ങൾ ലെവൽ 8 ഈ സ്വർണ്ണത്തിൽ ഇത്ര ലെവൽ ആവാൻ നേരത്ത് നിങ്ങൾക്ക് ഈ 2 മോഡും ഓപ്പൺ ആയിട്ട് വരും. ഇത് രണ്ടും റാങ്കാണ്. നിങ്ങൾ ഈ സാധാ ഈ ബാറ്റിൽ പോലും ക്ലാസ് കോഡും കളിക്കുന്ന പോലെ അല്ല. ഇത് നിങ്ങൾക്ക് കളിച്ചാൽ നിങ്ങളുടെ റാങ്ക് കുറയാനും കൂട്ടാനും ഇതാണ്. ഞാൻ അത്ര വലിയ പ്രോ ഒന്നും അല്ല, എന്നാലും ഞാൻ പറഞ്ഞു എൻ്റെ മിക്ക റാങ്കും ഞാൻ എപ്പോൾ കളിച്ചാലും എൻ്റെ റാങ്ക് താഴ്ന്നിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ സീസൺ 1 ഗോൾഡ് ആയതാണ്. എനിക്ക് BR ഡയമണ്ട്, പിന്നെ മറ്റേ ഇത് CS റാങ്കഡ് പ്ലാറ്റിനം ആയിരുന്നു. എനിക്ക് പിന്നെ കുറഞ്ഞതാണ് ഈ സീസൺ വന്നപ്പോഴേ. അപ്പോൾ അങ്ങനെ കുറയാനും കൂട്ടാനും സാധ്യതയുണ്ട്. നിങ്ങൾ മെനക്കളിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്തത് കുറേ പേര് സംശയമായിരിക്കും, സോളോ വേഴ്സസ് സ്ക്വാഡ് എങ്ങനെയാണ് കളിക്കുന്നത്. അത് ഈ തുടങ്ങുന്നവർക്ക് ഭയങ്കര സംശയമായിരിക്കും. അത് ഈ സാധനം എടുക്കണം, ഈ അറ്റത്ത് ഈ പുള്ളി ഇടണം. ഇത് സ്ക്വാഡ്, ഇത് ഡുയോ, ഇത് സോളോ. നിങ്ങൾക്ക് സോളോ കളിക്കാം, വേണമെങ്കിൽ ഡുയോ വേഴ്സസ് സോളോ വേഴ്സസ് ഡുയോ കളിക്കാം, സോളോ വേഴ്സസ് സ്ക്വാഡും കളിക്കാം. സോളോ വേഴ്സസ് ഡുയോ കളിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, അക്സെപ്റ്റ് റിക്വസ്റ്റ് ഓട്ടോമാറ്റിക്, അത് 2 നൈസായിട്ട് ഓഫാക്കിയാണ്. പിന്നെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കും ബാക്കിയുള്ളവരെല്ലാം ഡുയോ ആയിട്ടും വന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഞാൻ കളിച്ചോണ്ടിരുന്നു പോലെ കാണിച്ചോണ്ടിരിക്കുക പോലെ. ഇതും അങ്ങനെ തന്നെ, 2 ഓഫാക്കിയാൽ മതി. പിന്നെ ഓക്കെ, ഇനി നിങ്ങൾ പെറ്റിനെ കിട്ടണം, ഒരു ലെവലപ്പാകുമ്പോൾ കിട്ടണം. പിന്നെ ഈ പെറ്റിന് ഫുഡ് കൊടുക്കണം.
പെറ്റിന് ഫുഡ് കൊടുത്താൽ ഇതിങ്ങനെ ലെവലാവും. എൻ്റെ ഇപ്പം എൻ്റെ ഇത് കണ്ട് ഇതായിരുന്നു ആദ്യത്തെ എനിക്ക് കിട്ടിയ സ്കിന്ന്. മാക്സ് ലെവലാക്കിയ അപ്പം എനിക്കിത് കിട്ടി. ഇതും ലെവലാണ്. കണ്ടോ മാക്സ് ആണ് കണ്ട. കുറേ ഇതുകൊണ്ട് ഞാൻ റോക്കി പാറ്റാണ്. ജവാൻ എന്ന അതിനകത്തിട്ട് എന്തുകളുടെ ഏട്ടൻ. പിന്നെ ക്യാരക്ടർ സ്കില്ലിലേക്ക് വരട്ടെ. ഇത് സ്കില്ലുണ്ട് കേട്ടോ. പിന്നെ വെൽ ഫെഡ് റീസ്റ്റോർ എക്സ്ട്രാ 10 HP വെൻ യൂസിങ് എ മെഡിക്കറ്റ്. നിങ്ങൾ മെഡിക്കറ്റ് യൂസ് ചെയ്യണമെങ്കിൽ 10% കൂടി നിങ്ങളുടെ HP കൂടുന്നതാണ് പറഞ്ഞത്. വെൻ യൂസിങ് എ ഹീൽ പിസ്റ്റൾ ഓർ മെഡിക്കറ്റ് ദ റിസീവർ വിൽ ഓൾസോ റിക്കവർ സം EP amount of EP recovered in. അപ്പോൾ ഇവനെ ഇടാനായത് നല്ലത്. ഈ ക്യാരക്ടർ സ്കില്ലിലേക്ക് വരണം. ഇവനെ വാങ്ങാൻ ഡയമണ്ട് വാങ്ങണം കേട്ടോ. ഡയമണ്ട് കൊടുത്ത് വേണം അവനെ വാങ്ങാൻ. ഡയമണ്ട് വാങ്ങാൻ ആധാരം വിൽക്കേണ്ടി വരും. ആധാരം വിൽക്കേണ്ടി വരും. ഇവനെ വാങ്ങണം. നമുക്ക് ഡയമണ്ടും കൊടുക്കാം. നമുക്ക് എന്താണത് 15,000 രൂപ. എല്ലാത്തിനും 15,000 ആണ്. ഇതിനൊക്കെ 15,000 ജസ്റ്റിൻ ബീബറിനെ. അപ്പൊ നിങ്ങൾ ഇത് കാണിക്കും. ഇത് കണ്ട നിങ്ങൾ ഇപ്പൊ അതാ ഞാൻ എന്റെ വരുന്ന വന്നത് ലീലാമേ മാക്സിമം എടുത്ത് കളിക്കണം. നിങ്ങൾ കളിക്കണ അനുസരിച്ച് നിങ്ങളെടുത്ത് കളിക്കുന്ന ക്യാരക്ടറിന്റെ ലെവൽ കൂടും. ആദ്യത്തെ ഇവിടെ എന്താ റിവാർഡ് വാങ്ങാം. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് മഷ്റൂം ആൻഡ് യൂസിങ് മെഡിക്കറ്റ്സ് ഫാസ്റ്റർ ബൈ 25. ഇതിനകത്ത് 2 തരം ആൾക്കാരുണ്ട്. ഒരെണ്ണം പാസീവ്, ഒരെണ്ണം ആക്റ്റീവ്. നിങ്ങൾക്ക് കാണാതെ ഇവിടെ മാക്സിമിനെ എടുത്ത് കളിക്കുമ്പോൾ പാസീവ് എന്ന് എൻ്റെ അറ്റത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഇവനെടുത്ത് കളിക്കുകയാണെങ്കിൽ എൻ്റെ അതിൽ ആക്റ്റീവ് എന്നാണ്. കാരണം ഒറയോണിന്റെ സ്കില്ലിനെ പറ്റിയാണ് ആ പറയണത്. ഇവന്റെ സ്കില്ല് പാസീവ്, ഇവന്റെ സ്കില്ല് ആക്റ്റീവ്. ഇനി പാസീവ് ആക്റ്റീവ് തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ട ഈ ഈറ്റിംഗ് മഷ്റൂം ആൻഡ് യൂസിങ് മെഡിക്കറ്റ്സ് ഫാസ്റ്റർ ബൈ 25. ഞാൻ എൻ്റെ പെറ്റിനെ പോലെ തന്നെ ഇവൻ്റെ സ്കില്ലും അതുപോലെ തന്നെ മെഡിക്കറ്റ് ഇടുമ്പോൾ ഇത് ലൈഫ് ഇച്ചിരി കൂടി കൂടുന്നതാണ്. പക്ഷെ ഇവന്നെ നോക്കിയാൽ കാണാം റിപ്ലേസ് EP വിത്ത് 300 crimson energy, consumes 200 crimson energy to activate its protection, during which you cannot take damage or attack enemies and will absorb 10 HP, ignoring enemy shield points from foes within 5 meters. Lasts for 3 seconds, during which your movement speed will decrease by 10, cooldown 3 seconds. ഇവന്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവന്റെ ആക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുകയാണെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഞാൻ സെൻസിറ്റീവ് കൺട്രോൾസ് എടുക്കുകയാണെങ്കിൽ ഇത് എനിക്ക് താഴെ കാണിക്കും. കസ്റ്റം വെച്ചുകൂടി എന്ന് കാണിക്കും. കസ്റ്റം ഫണ്ട് അതിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ 2 സാധനവും കാണാം. ഇത് നമ്മൾ കളിച്ചോണ്ടിരിക്കാൻ നേരത്ത് ഷോപ്പിൽ പോയാൽ ഒരു സ്കില്ലും ആക്റ്റീവ് സ്കില്ലും കൂടി വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങുക അവിടെ ഇവിടെ വരും. ഇപ്പം ഞാൻ ഒറയോണ്ട സ്കിൻ എടുത്തെന്ന് വിചാരിച്ചു. ഇത് കണ്ട ഇതിൻ്റെ അവിടെ ഒറയോണ്ട സ്കില്ല് വരും. പക്ഷെ മാക്സിമിൻ്റെ അടുത്ത് അങ്ങനെയല്ല. മാക്സിമിൻ്റെ സ്കില്ല് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞ പോലെ മെഡിക്കറ്റ് അടിക്കുമ്പോൾ മാത്രം ബട്ടൺ തന്നെയല്ല, ഇങ്ങനെ തന്നെ ലൈഫ് കയറണ. ഞാൻ അങ്ങനെയാണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഞാൻ വേറെ കുറെ ആൾക്കാരെ കാണിച്ചു തരാം. ഇപ്പൊ ഒറയോണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ കാണിക്കണം. ഇത് കണ്ട ഇത് നിങ്ങൾക്ക് എപ്പോഴും മര്യാദാക്കും എല്ലാ ദിവസവും ഉണ്ടാവല്ലോ, ഗെയിം ഉണ്ടാവും. പിന്നെ ഈ സൈഡിൽ കാണിക്കുന്ന ഫ്രണ്ട്സാണ്.
ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ More deep fried goodies, please. ഇവന്റെ പാസീവ് സ്കില്ല. ഇപ്പൊ നിങ്ങൾ That's an ഇവനെ easy എടുത്ത് call. കളിക്കുന്നു. പിന്നെ ആക്റ്റീവ് I'm the best killer സ്കില്ലിനെ around. എടുത്ത് ഇവൻ Kindness and restraint. From now on, I'll Take off the shackles within you. സെക്കൻഡ് വെച്ച് EP കൂട്ടും. ഈ EP കണ്ടാണ് ഇവനൊരു No ഗ്ലോബ് prison പോലെ can ആയിട്ട് hold me ബാക്കിയുള്ളവരെ now. കൺഫ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ഇവന്റെ ഇത് കണ്ട, ഞാൻ ഓറയോ ലിക്വിഡ് പാസീവാണ്. ഇപ്പൊ ഞാൻ ഇത് കണ്ട, ഞാനിപ്പോ ഒരു ആക്റ്റീവ് സ്കില്ലിനെ ഇട്ടാണ്. എനിക്ക് വേറെ ആക്റ്റീവ് സ്കില്ലിന് ഇടാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ 4 സ്ലോട്ട് ഉണ്ടാവും. ഇത് മെയിൻ ക്യാരക്ടർ, ഇത് ബാക്കിയുള്ള 3 സ്കില്ല്, ഏത് നിങ്ങൾക്കുള്ള ക്യാരക്ടറിന്റെ സ്കില്ലിടാം. പക്ഷെ ഒരു ആക്റ്റീവ് സ്കില്ല് അതിനകത്തില്ല. ഇപ്പൊ മെയിൻ ക്യാരക്ടറും ആക്റ്റീവ് ആണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് പിന്നെ പാസീവ് ഇടാൻ പറ്റും. ഒരു ആക്റ്റീവ് ഇട്ടാൽ പിന്നെ പാസീവ് ഇടാം. ഇനി ആക്റ്റീവിന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് പാസീവ് ഇടാം. ഇതല്ലല്ലോ, സോറി, അതും ഇടാം. പക്ഷെ ആക്റ്റീവ് ഒരെണ്ണം ഇടാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ട, എനിക്കിപ്പോ 4 ആക്റ്റീവ് ഉണ്ട്. ഞാൻ കാണാം, എനിക്കധികം ക്യാരക്ടറൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ഇവന്റെ സ്ഥലത്ത് ആക്റ്റീവ് കണ്ട, ഇടാൻ പറ്റത്തില്ല. കണ്ട, അതങ്ങനെയാ. ഇനിയും കളിയിലേക്ക് വരട്ടെ. കളിയിലേക്ക് വരണ്ട, ഞാനൊരിത് പറഞ്ഞത് നിങ്ങൾക്ക് കുറെ ഇതൊന്നും ഞാനിപ്പോ ചെറിയൊരു ഫുള്ളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ഇതിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു അങ്ങനെ പറയുക, ഫോണിൻ്റെ ഒരു ഒരു നെറ്റിൻ്റെ ഇതും ഒക്കെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇത് ജനറലി പട്ടണം അത്രയും കൂട്ടിയിടുക. എന്നിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിൽ പോയി കളിച്ച് നോക്കുക. ഞാനിപ്പോൾ 65 ഇട്ടാണ്. 65 നമുക്ക് 150 ഇട്ട് കളിക്കാം. സെൻസിറ്റിവിറ്റി നല്ല പട്ടണം അത്രയും കൂട്ടിയിടണം. അവിടെ ട്രെയിനിങ്ങിൽ പോയി കളിക്കണം. ലാഗോനുണ്ടെങ്കിൽ കുറയ്ക്കണം. അങ്ങനെ കളിക്കണം. ഇനി റെഡ് ഡോട്ട് അതാ റെഡ് ഡോട്ട് മറ്റേ എനിമീനെ കാണുമ്പോൾ റെഡ് ഡോട്ട് വരും അതിൻ്റെ. ഇനി 2x സ്കോപ്പും 4x സ്കോപ്പും കളീൻ്റെ ഇടയിൽ വെച്ച് സ്കോപ്പ് ചെയ്യാൻ പറ്റുന്ന തോക്കെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2x സ്കോപ്പ് കിട്ടും, 4x സ്കോപ്പ് കിട്ടും. അപ്പോൾ അത് ലോഡിങ് ടൈം അതിൻ്റെ കാണിക്കണം. അത് നമുക്കൊരു 80 280 100 ഇനി സ്നൈപ്പർ സ്കോപ്പ് അതും ഓണായി തന്നെ എൻ്റെ ഇത് കാണിക്കണം. 125 ഫ്രീ ലുക്കും അത്യാവശ്യം കിടക്കട്ടെ. അതൊക്കെ അത്യാവശ്യം വേണ്ടതാ. ഫ്രീ ലുക്കൊക്കെ കൊടുക്കണം. അതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ പക്ഷേ നല്ല സാധനം ഞാൻ കളിച്ചപ്പോൾ. ഇനി ഗ്രനേഡ് സോൾട്ട്, ഗ്ലൂവാള്, സ്മാർട്ട് ത്രോ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാക്കാം. ഗ്രനേഡ് സോൾട്ട്, ഡബിൾ സ്ലോട്ട്. ഇതന്നെയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഗ്ലൂ വാൾ സ്മാർട്ടോ അത് ഓണാക്കിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഗ്ലൂ വാളിന് ഞാനിപ്പോൾ ഇത് ഓഫാക്കി. ഗ്ലൂ വാള് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ മുമ്പിൽ സാധനം വരും. അതങ്ങനെ ഇട്ട് കളിക്കണം. നല്ലതാണെന്ന് ചോദിച്ചാൽ അത് നല്ലതല്ല. ഇപ്പോൾ എനിമി വേണം നേരത്ത് ഗ്ലൂ വാള് എടുക്കുകയാണെങ്കിൽ അപ്പം ഉള്ള ഗ്ലൂ വാളും കൂടി പോകത്തില്ല. അപ്പം നമ്മൾ ഓടിച്ചാടിയപ്പോൾ നമ്മൾ ഗ്ലൂ വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് കളിക്കുകയാണെങ്കിൽ മുമ്പിൽ ആ ഇമേജ് വരും നമ്മളെ. അപ്പം നമ്മൾ ആ ഗ്ലൂ വാളും പിടിച്ചുകൊണ്ട് ഓടിയെന്ന് വിചാരിച്ചു. മുമ്പിൽ എനിമി കാണുമ്പോൾ മാത്രം ഇട്ടാൽ മതി. ഇതിപ്പോൾ ഗ്ലൂ വാള് എടുത്തോണ്ട് ഓടാൻ പറ്റത്തില്ല. എടുക്കുമ്പോൾ തന്നെ അത് മുമ്പിൽ പ്ലേസ് ആവും. ഇപ്പം ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഗ്ലൂ വാൾ സ്മാർട്ട് ത്രോ ചെയ്യാൻ പറ്റാനാണ്. ഇത് ഓണാക്കി പെർമനൻറ്റ് ഗ്ലൂ വാൾ അടുത്ത് സെപ്പറേറ്റ് സാധാ ഇത് ഓഫാക്കിയ ഈ ഗ്രനേഡ് സ്ലോട്ട് ഉണ്ട്, അതൊരു സിംഗിൾ സ്ലോട്ടായിട്ട് കിടക്കും. എല്ലാ ഗ്രനേഡും ഒരു ഒറ്റ സ്ലോട്ടിൽ. അപ്പോൾ ഇതിനകത്തും ആയിരിക്കും ഗ്ലൂ വാൾ. അപ്പോൾ പെട്ടെന്ന് എനിമി വരാൻ നേരത്ത് ഗ്രനേഡ് സ്ലോട്ടിൽ പിടിച്ച് നോക്കി പൊക്കത്ത് നോക്കി ഗ്ലൂ വാൾ ബട്ടൺ പിടിച്ച് നോക്കി അപ്പം തന്നെ മുമ്പിൽ പ്ലേസ് ചെയ്യണ്ടേ. അതെന്തിനാ? അപ്പോൾ ഇത് ഓണാക്കണം. ഇനി ഞാൻ ഒരിത് ട്രെയിനിങ് ഞാൻ കാണിച്ചു തരാം. ഇത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് നല്ല ഉപയോഗപ്പെടും. അത് ഹെഡൊക്കെ അടിക്കാൻ നല്ല ഉപയോഗപ്പെടും ഗൈസ്. അതിനാണ് ട്രെയിനിങ് കാണിക്കുന്നത്. Free Fire India is ഇതന്നെയാണ്. എൻ്റെ ഗ്രനേഡ് സ്ലോട്ട് എന്തേ? അത് ശരി.
ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു? എൻ്റെ സെറ്റിങ്സ് എല്ലാം മാറിയിരിക്കാനുള്ള അതിനകത്ത്. ഒരു മിനിറ്റ് ഓ ഞാൻ എക്സിറ്റ് അടിക്കട്ടെ. ഒരു മിനിറ്റ് ഇത് കാണിക്കത്തില്ല, സോറി കാണിക്കാത്തതിന്റെ കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഇത് കാണുന്ന നടക്കും. ഓക്കെ ഇങ്ങനെ എത്തും അത്. Free Fire India is set in a virtual world and it's not based. Hi, ഇതെന്നാണ്? ഞാനിപ്പോ നല്ല കണ്ണാണ്, പക്ഷെ ഞാൻ കാണിക്കുക വേണ്ടത്. ബ്ലൂ വാളും പിടിച്ചോണ്ട് പോകാം. ഓ ഞാൻ സ്മാർട്ട് ത്രോ ഓണാക്കി. അത് കണ്ട അത് കണ്ട സ്മാർട്ട് ത്രോ ഓണാക്കിയത് നെക്കും അപ്പം തന്നെ ഗ്ലൂ വാൾ വരും. ഞാൻ ഇടയ്ക്ക് വണ്ടാ പറ്റുന്നത്. ഞാൻ അത്രക്ക് പ്രോ ആണെന്ന് വിചാരിക്കുന്നത്. ഫയർ ബട്ടൺ കണ്ട ഇടുമ്പോ തന്നെ വന്നാണ്. ഇനി ഞാനപ്പോ ഞാനത് റിമൂവ് ചെയ്തു. സിംഗിൾ സ്ട്രോ അത് ഓഫാക്കി. ഒരുപാട് സ്മാർട്ടോ അത് ഓഫാക്കി. ഇനി ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഇത് കണ്ട ഇത് എനിമി വരാൻ നേരത്ത് കണ്ട ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. കണ്ട ഇത് കയ്യിൽ പിടിച്ചോണ്ട് ഓടാം നമ്മൾ. പക്ഷെ അതങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാൻ കഴിയും. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇടാൻ ഞാൻ പറയണില്ല. ഇത് മാത്രം ഇട്ടുണ്ട് അങ്ങനെ ഞാൻ പറയണില്ല. ഞാൻ എൻ്റെ ഡിസഡ്വാൻറ്റേജ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി വണ്ടാപ്പടിക്കുന്നത് നിൽക്കാതെ അത് ഈ പൊക്കിയാ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയായിരുന്നു ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വണ്ടാപ്പ് പഠിച്ചെങ്ങനെ കാണിച്ച അപ്പൊ അത് നിങ്ങൾ കണ്ടില്ലേ. ഇനി ബാക്കിയുള്ളതിലേക്ക് എടുക്കാം. നിങ്ങൾ കുറെ മിഷൻസ് ഉണ്ടാവും. അത് ചിലപ്പോഴേ വരത്തുള്ളൂ. മിഷൻസിൽ നിന്ന് കണ്ട എനിക്ക് ഇത്ര സാധനം കിട്ടിയ പോലെ നിങ്ങൾക്ക് ഇത് 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 അങ്ങനത്തെ ഓരോ സാധനം കിട്ടും. ഇതിൻ്റെ ഉപയോഗം ഞാൻ ഈ വാങ്ങിച്ചേക്കണ പോലെ കുറേ ഈ ഷർട്ട് എല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഇച്ചിരി വില കൂടുതലാണ്. ഇപ്പോൾ വില കൂട്ടി 120. നേരത്തെ ഇത് 80 120 അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ കുറേ മിഷൻ ചെയ്യുമ്പോൾ കിട്ടണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 8 എണ്ണേ ഉള്ളൂ. 9 ഇതൊക്കെ വാങ്ങാം. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇത് വേണ്ട. കണ്ടത് ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നുണ്ട്. മെയില് ഫീമെയില് കണ്ട ചോറ് ഇത് കണ്ട മെയില് കണ്ട കാണിക്കുന്നുണ്ട്.
അങ്ങനെ അത് ഇത് റാങ്ക് ടോക്കൺ റാങ്ക് കൂടുന്നതനുസരിച്ച് ഈ ടോക്കൺ കിട്ടും. അല്ല നമ്മൾ പറഞ്ഞില്ലേ ഞാൻ എന്തായാലും വാങ്ങും. ഒരെണ്ണ 9 ഒരെണ്ണ അത് സോൾഡ് ഔട്ടായി. വിജയാണ് എന്ത് ഇത് കുറവാണ് എനിക്ക് വാങ്ങണം. എനിക്ക് ഈ ഇമോട്ടൊക്കെ ഇതെനിക്ക് ഡയമണ്ട് കൊടുത്ത സാധ്യതയൊക്കെ കിട്ടുന്നത് ഇതൊക്കെ ഭയങ്കര വളരെ ഈ ഷോപ്പിൽ പോയിട്ടത് ഫാഷൻ കളക്ഷൻ ഇത് കണ്ട ഇതൊക്കെ ഇമോട്ടാ. അതെൻ്റെ കൂട്ടുകാരൻ ഇത് ഞാൻ പറഞ്ഞില്ലേ ആക്റ്റീവ് സ്കില്ലില്ലേ, ആക്റ്റീവ് സ്കില്ലിൻ്റെ സ്കിൻസ് ഉണ്ട്. ഇതറിയാന്ന് ഞാൻ പറയട്ടെ. ഇത് ഒറിജിനൽ ഇത് വുങ്കോങ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആക്റ്റീവ് സ്കില്ലായത് പുല്ലാവും പുള്ളി കണ്ടാ പുല്ലാവും. പക്ഷെ അത് ഇതിനകത്ത് കണ്ട പുല്ലാവണത് അതിൻ്റെ സ്കിന്നില് മങ്കീൻ്റെ പോലെ. ഇത് കണ്ട ഇത് ഡക്കായി. ഇത് അലോക്കിൻ്റെ സ്കിൻ. ഇത് ചുറ്റിനൊരു വളയം വന്ന പോലത്തെ. പക്ഷെ ഇത് സ്വിമ്മിങ് പൂളിൻ്റെ ഒരു ഇതാക്കി. ഇത് കണ്ട ഇത് സത്യം പറഞ്ഞത് ഇങ്ങനെ കണ്ട ഡ്രോൺ വന്ന ഒരാളെ പിടിക്കും. പക്ഷെ സ്പെഷ്യല് ഈ ഡ്രോൺ ഇങ്ങനെ വന്നിട്ട് ഫുള്ള് ഫ്രീസാക്കും പുള്ളീനെ. ഇത് കണ്ട ഇതും മഞ്ഞ കളറാ മഞ്ഞ. ഇത് ഇച്ചിരി കൂടി കാണാൻ രസമുണ്ടെന്ന് പിന്നെ ഇച്ചിരി ഇതുകൊണ്ട് ഇത് സോണിയൻ്റെ. ഇനി സോണിയൻ്റെ അബിലിറ്റി ഇച്ചിരി OP അബിലിറ്റിയാണ്. നമ്മുടെ ഫുള്ള് ഈ HP തീർന്നാലും ചുറ്റിനൊരു വളയം വരും. ആ വളയത്തിന് ഉള്ളിൽ നമ്മൾ 3 സെക്കൻഡ് വരും. നമുക്ക് നമ്മുടെ HP ആരാണോ തീർത്തത് അവരെ ആ 3 സെക്കൻഡിനുള്ളിൽ അടിച്ചു കൊല്ലണം. കൊന്നില്ലെങ്കിൽ നമ്മളിയാവും. കൊന്ന നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ മനസ്സിലായത്. ഞാൻ അവൻ്റെ അടുത്ത് കളിക്കാറില്ല, അത്ര എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഗ്ലൂവാളിൻ്റെ സ്കിൻ. എനിക്ക് ഒരൊറ്റ ഗ്ലൂവാളിൻ്റെ സ്കിന്നേ ഉള്ളൂ. അത് എനിക്ക് ഞാൻ എങ്ങനെ അത് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ കുത്തി ഇത് ആ ഇവന്റ് വന്ന സമയത്ത് ഞാൻ കുത്തിയിരുന്ന് കളിച്ച നേടിയ സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട 7th ആനിവേഴ്സറിയിൽ നിന്ന് കുത്തിയിരുന്ന് കളിച്ച് വാങ്ങിയതാണ്. ഇത് കുറെ ഗ്രനേഡിന്റെ ഇതൊക്കെ ഉണ്ട്. ഫിസ്റ്റിന്റെ ഒന്നുമില്ല. ഫിസ്റ്റിന് ഇതുണ്ട് എൻ്റെ കയ്യിൽ. ഇതുണ്ട്. ഇത് കണ്ട ഇത് ഇതൊക്കെ. ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ റെഡ് കാർഡിൻ്റെ ഉടുപ്പ് വാങ്ങണം. അത് വാങ്ങിച്ച് എനിക്ക് കിട്ടിയതാണ്. കട്ടാനെനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം ഇത് കണ്ട ഈ നൈഫ് ലോൺ വോൾഫി കളിക്കാൻ കിട്ടുന്ന ആ നൈഫിനെ കുഞ്ഞായിൻ്റെ ഒരു സ്കിൻ. ഞാൻ അതെ കാണിച്ചു തരാം ഒന്നും കൂടി. ഇതുണ്ട്. ഇതെടുത്ത് എറിയാനും പറ്റും കേട്ടാ, കുത്താനും പറ്റും. കുത്താൻ പറ്റത്തില്ല. ഇതാണ് കുഞ്ഞായിൻ്റെ സ്കിൻ. നരൂട്ടോൻ്റെ വരാൻ പോണേ. നരൂട്ടോൻ്റെ ഇവന്റ്. അതുകൊണ്ട് അവർ നേരത്തെ ഓർമ്മ ഡാഗർ എന്നും പറഞ്ഞു. കുഞ്ഞായി. ഇത് ഇനി ഇതിൽ തന്നെ 2 ടൈപ്പുണ്ട്. പെർമനൻറ്റും എന്താണ് ടെമ്പററി. ഇതെനിക്ക് പെർമനൻ്റാ. ഇതിൻ്റെ അടിയിൽ കാണാം. ഇതിൻ്റെ അടിയിൽ കാണാം. കാണാം ഒന്നുമില്ല. ഇനി നമ്മളത് ഇതിൽ പോവാണെങ്കിൽ എന്തേ ഇതെനിക്ക് പെർമനൻ്റ് ആയി. അതെ ഇത് കണ്ട ഈ സ്കിന്ന് എനിക്ക് ഇതെനിക്ക് പെർമനൻ്റാ. ഈ സ്കിൻ എനിക്ക് പെർമനൻ്റ് അല്ല. ഇതിൻ്റെ പൊക്കത്ത് കാണാം നിങ്ങൾക്ക് 2 days 2 hours എന്ന് പറഞ്ഞു. അത് അതിൻ്റെ ഇത് കണ്ട ഇതിൻ്റെ അത് ടെമ്പററി ആയില്ല. ഇത് എനിക്ക് പെർമനൻ്റ് ആണ്. ഇത് ടെമ്പററിയാണ്. 2 ഹവേഴ്സിനാണ്. ഇത് ഇതാണ് നല്ല പാടാണ്. ഇത് പെർമനൻ്റ് ഒക്കെ കിട്ടാൻ നല്ല പാടാണ്. ഇനി നമുക്ക് കിട്ടണ പെർമനൻ്റ് സ്കിന്ന് മാത്രമേ ഇതിൽ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. കണ്ട പെർമനൻ്റ് സ്കിന്ന് മാത്രമേ ഇഷ്ടമുള്ളത് ഇങ്ങനെ വലിച്ചതേ കണ്ടോ ഇങ്ങനെ വയ്ക്കാം. പക്ഷെ ഞാനിപ്പോൾ മില്ലിൻ്റെ മധ്യ കണ്ട ഫുള്ള് ബാറ്റിൻ്റെ സ്കിൻ 3 ബാറ്റിൻ്റെ സ്കിന്നാണ് കണ്ട. അപ്പോൾ ഇത് കണ്ട ഇത് പെർമനൻ്റ് വണ്ടീൻ്റെ സ്കിന്നാണ്. ഇത് കണ്ടത് ഇഷ്ടമുള്ള സ്കിൻ എടുത്ത് വയ്ക്കാം. ഇങ്ങനെ പെർമനൻ്റ് സ്കിന്ന് അങ്ങനെ നോക്കാം. ഇനി നിങ്ങൾക്ക് മോർ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ 2ാം പാട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഇറക്കിയിരിക്കും. കമൻറ്റ് ചെയ്താൽ എന്തായാലും ഞാൻ ഇറങ്ങും. ഒരാളെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ ഇറങ്ങും. അപ്പോൾ കാര്യം ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് എന്ത് ചെയ്യണം. ബൈ.